നമസ്കാരം. ഒരിക്കൽ ആട് കരയുന്ന ശബ്ദമെന്ന അധിക്ഷേപം കേൾക്കേണ്ടി വന്ന വ്യക്തി ഇന്നവർ മണിക്കൂറിന് വാങ്ങുന്നത് 15 കോടിയാണ് പ്രതിഫലം. മറ്റാരുമല്ല, സംഗീതവേദിയിലെ ലാറ്റിൻ അമേരിക്കൻ റാണി ഷക്കീറയാണ് ആ വ്യക്തി. സ്വർണ്ണ തലമുടി കുലുക്കി വക്ക പാടിയ ആ സ്വപ്നസുന്ദരി കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലേക്കായിരുന്നു ഓടിക്കയറിയത്. ഒന്നും രണ്ടുമല്ല, 600 കോടി ജനങ്ങളിലേക്കായിരുന്നു വക്ക ഗാനമെത്തിയത്. ഏതാണ്ട് ലോക ജനസംഖ്യയ്ക്ക് അടുത്ത് വരുന്ന സംഖ്യ. 2010 ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഈ പ്രൊമോഷൻ സോങ്ങിനെ കവച്ചുവെക്കാൻ കഴിയുന്ന ഒരു പാട്ടും പിന്നെ ലോകത്ത് ഇറങ്ങിയിട്ടുമില്ല. വാക്കഗാനം എഴുതി പാടി അഭിനയിച്ച അതേ ഷക്കീറ ഇപ്പോൾ 2026 ലോകകപ്പ് വേദിക്കും തീപിടിപ്പിച്ചിരിക്കുകയാണ്. നൈജീരിയൻ ഗായകൻ ബർണാബോയിക്കൊപ്പം ചേർന്ന് ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനങ്ങളിലൊന്നായ ദായി ദായി മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ ആസ്റ്റ്രക സ്റ്റേഡിയത്തിൽ അവർ ആലപിക്കുമ്പോൾ 10,000 ആവേശ കൊടുമുടിയിലായിരുന്നു. ആഗോള സുന്ദരിയായ ഗായികയെ കണ്ട് ഒരു മുതിർന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൈക്ക് പെട്ടെന്ന് താഴെ വെച്ച് ഒരു ചിത്രം പകർത്താനായി ഓടിപ്പോയ രംഗവും ആഗോളതലത്തിൽ തരംഗമായി. അതാണ് ഷക്കീറ. 1 മണിക്കൂറുള്ള സംഗീത പരിപാടിക്ക് പോലും 15 കോടിക്കടുത്ത് പ്രതിഫലം വാങ്ങുന്ന ഗായിക. ലോക സംഗീത ചരിത്രത്തിൽ ലാറ്റിൻ അമേരിക്കൻ താളങ്ങളെ ആഗോളതലത്തിൽ പ്രതിഷ്ഠിച്ച വിസ്മയമാണവർ. വെറും ഒരു പോപ്പ് ഗായിക എന്നതിനപ്പുറം കഠിനമായ പ്രതിസന്ധികളെയും വ്യക്തിപരമായ തകർച്ചയും അതിജീവിച്ച് വീണയിടത്തു നിന്നും കൂടുതൽ ശക്തമായി ഉയർത്തെഴുന്നേറ്റ ഒരു പോരാളിയുടെ പ്രതീകം കൂടിയാണവർ. മയക്കുമരുന്നിൻ്റെയും ഫുട്ബോളിൻ്റെയും നാടായിട്ടാണ് ഷാക്കിറയ്ക്ക് മുമ്പ് വരെ കൊളംബിയ അറിയപ്പെട്ടത്. സെൽഫ് ഗോൾ അടിച്ചതിന് കൊല്ലപ്പെട്ട എസ്കോബാറിൻ്റെ നാട്. മാജിക്കൽ റിയലിസത്തിലൂടെ ലോകത്തെ ഞെട്ടിച്ച വിശ്രുത എഴുത്തുകാരൻ ഗബ്രിയൽ ഗാർസിയ മാർക്വീസിൻ്റെ നാട്. കൊളംബിയയിലെ ബാരൻക്വില്ലയിൽ 1977 ഷക്കീറ ജനിച്ചത്. ഇടത്തരം കുടുംബമായിരുന്നു അവരുടേത്. പിതാവ് വില്യം മെബാരക് ആഭരണ വ്യാപാരിയും പത്രപ്രവർത്തകനുമായിരുന്നു. അമ്മ നിദ്യ റിപ്പോൾ വീട്ടമ്മയും. ഷക്കീറയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ പിതാവിൻ്റെ ബിസിനസ് തകരുകയും കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തു. സാമ്പത്തിക ബാധ്യതകൾ കാരണം കുടുംബത്തിലെ ഫർണിച്ചറുകളും വിലപിടിപ്പുള്ള സാധനങ്ങളും വിൽക്കേണ്ടി വന്നത് അവളെ വിഷമിപ്പിച്ചു. പക്ഷേ തങ്ങളുടെ അവസ്ഥയേക്കാൾ മോശമായി ജീവിക്കുന്ന തെരുവ് കുട്ടികളെ പിതാവ് ഷക്കീറയ്ക്ക് കാണിച്ചു കൊടുത്തു. താൻ ഒരു നിലയിലെത്തിയാൽ ഈ കുട്ടികളെ സഹായിക്കുമെന്ന് അവർ അന്ന് തീരുമാനിച്ചു. ഈ ചിന്തയാണ് പിന്നീട് ബെയർഫുട്ട് ഫൗണ്ടേഷൻ ആകുന്നത്. ചെറുപ്പത്തിലെ പാട്ടും നൃത്തവും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. കത്തോലിക്ക സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ കൊയറിൽ പാടാൻ ഷക്കീറ ആഗ്രഹിച്ചെങ്കിലും അധ്യാപകർ അനുവദിച്ചില്ല. അവളുടെ ശബ്ദം ഒരു ആടിൻ്റെ കരച്ചിൽ പോലെയാണ് എന്നായിരുന്നു അധ്യാപകൻ്റെ പരിഹാസം. അത് കേട്ട് ദുഃഖം തോന്നിയെങ്കിലും അവൾ മ്യൂസിക് വിട്ടില്ല. സംഗീത ലോകത്തേക്ക് എത്തിയ വഴിയിലും കണ്ണീരുണ്ട്. മൂത്ത സഹോദരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചതിൻ്റെ വ്യതയിൽ നിന്ന് കരകയറാനായിരുന്നു ആ ഗാനം. ആ ദുഃഖത്തിൽ പിതാവ് എപ്പോഴും കറുത്ത കണ്ണട വെക്കുമായിരുന്നു. ഇത് കണ്ട് 8-ാം വയസ്സിൽ ഷക്കീറ എഴുതിയ യുവർ ഡാർക്ക് ഗ്ലാസ് എന്ന ഗാനമാണ് അവരുടെ ജീവിതം മാറ്റിയത്. ലെബനീസ് പാരമ്പര്യമുള്ള പിതാവിൽ നിന്നാണ് അവർ മിഡിൽ ഈസ്റ്റേൺ സംഗീതവും ബെല്ലി ഡാൻസും പഠിക്കുന്നത്. 4-ാം വയസ്സിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ടേബിളിന് മുകളിൽ കയറി ബെല്ലി ഡാൻസ് കളിച്ചാണ് അവർ ആളുകളെ ആകർഷിച്ചു തുടങ്ങിയത്. തുടർന്ന് തദ്ദേശീയമായ പരിപാടികളിലൂടെ ശ്രദ്ധേയായ ഷക്കീറയ്ക്ക് 13-ാം വയസ്സിൽ സോണി മ്യൂസിക് കൊളംബിയയുമായി കരാറിലെത്താൻ അവസരം ലഭിച്ചു. 1991 അവരുടെ ആദ്യ ആൽബമായ മാജിയ പുറത്തിറങ്ങി. ആദ്യത്തെ 2 ആൽബങ്ങൾ പരാജയപ്പെട്ടെങ്കിലും 1995 പുറത്തിറങ്ങിയ PS ഡെസ്ഗാൽസോസ് 2001 ആദ്യ ഇംഗ്ലീഷ് ആൽബം ലൗഡ്രി സർവീസ് എന്നിവയിലൂടെ അവർ ലോകമെമ്പാടും പ്രശസ്തയായി. കൊളംബിയയിൽ നിന്ന് ആഗോള സംഗീത വേദിയിലേക്ക് ഉയർന്നു വന്ന സമയത്ത് ഷക്കീറയ്ക്ക് കടുത്ത വിവേചനങ്ങൾ നേരിടേണ്ടി വന്നു. കൊളംബിയൻ പൗരത്വമുള്ളതിനാൽ പലരും മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെടുത്തി അവരെ പരിഹസിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു. ഡ്രഗ് ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവും അവർക്കെതിരെ നിലവിലില്ല. പക്ഷേ എന്നിട്ടും താൻ നിരന്തരം വേട്ടയാടപ്പെട്ടു എന്നൊരു അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്. UK-യിൽ മയക്കുമരുന്ന് കഴിച്ച് മരണപ്പെട്ട 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പേര് ഷക്കീറ പെല്ലോ എന്നായിരുന്നു. ഇതുപോലും ഷക്കീറയ്ക്കെതിരെ ചിലർ തിരിച്ചുവിട്ടു. ഷക്കീറയുടെ വേറിട്ട ശബ്ദം, ബെല്ലി ഡാൻസ് ശൈലിയും തുടക്കത്തിൽ പല മ്യൂസിക് കമ്പനികൾക്കും ദഹിച്ചില്ല. പക്ഷേ അത് ആൾക്കൂട്ടത്തെ ആകർഷിച്ചു. കൊളംബിയൻ ലെബനീസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ താളങ്ങളും മിഡിൽ ഈസ്റ്റേൺ അറബിക് സംഗീതവും റോക്ക് ആൻഡ് പോപ്പ് ശൈലിയും ഒരുപോലെ കൂട്ടിച്ചേർക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇത് മറ്റ് പാശ്ചാത്യ ഗായകർക്കില്ലാത്ത വലിയൊരു പ്രത്യേകതയാണ്. വെറും ഒരു പോപ്പ് നൃത്തമല്ല ഷക്കീറയുടേത്. ലെബനീസ് പാരമ്പര്യമുള്ള അവരുടെ ബെല്ലി ഡാൻസ് ശൈലി ലോക പ്രശസ്തമാണ്. ഗാനമേളകളിൽ ഒരേ സമയം മനോഹരമായി പാടാനും കഠിനമായ ഈ നൃത്തരൂപം ചെയ്യാനും അവർക്ക് കഴിയുന്നു. പല മുൻനിര ഗായകരും മറ്റുള്ളവർ എഴുതി നൽകുന്ന പാട്ടുകൾ പാടുമ്പോൾ ഷക്കീറ തൻ്റെ ഭൂരിഭാഗം ഹിറ്റ് പാട്ടുകളും സ്വന്തമായി എഴുതി ഈണം നൽകിയവയാണ്. സ്പാനിഷ്, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകളിലും മികച്ച വരികൾ എഴുതാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. മറ്റാരോടും സാമ്യമില്ലാത്ത കട്ടിയുള്ളതും വൈബ്രേഷനുള്ളതുമായ ശബ്ദമാണ് ഷക്കീറയുടേത്. തുടക്കത്തിൽ പലരും ഇതിനെ വിമർശിച്ചെങ്കിലും പിന്നീട് ഇതാണ് അവരുടെ ഒപ്പായി മാറിയത്. ഇന്ന് അവർ ലാറ്റിൻ അമേരിക്കയുടെ മഡോണ എന്നും അറിയപ്പെടുന്നു. കത്തുന്ന സൗന്ദര്യം മഡോണയെ പോലെ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മഡോണയെ പോലെ തന്നെ സൗന്ദര്യവും ശരീരഭാഷയും ഒരു വിഷ്വൽ മീഡിയം എന്ന നിലയിൽ സംഗീതത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഷക്കീറയും സഹായിച്ചിട്ടുണ്ട്.
മഡോണ 80കളിലും 90കളിലും തൻ്റെ ഗ്ലാമറസ് ലുക്കിലൂടെയും വിപ്ലവകരമായ ഫാഷനിലൂടെയും ലോകത്തെ ആകർഷിച്ചതുപോലെ 2000ത്തിൻ്റെ തുടക്കത്തിൽ ഷാക്കിറ തൻ്റെ കുരുളൻ സ്വർണ്ണമുടിയും ആകർഷകമായ ശരീര സൗന്ദര്യവും കൊണ്ട് ആഗോളതലത്തിൽ വലിയൊരു സിമ്പിളായി മാറി. മഡോണയെ പോലെ തുറന്ന് നോക്കാൻ തോന്നുന്ന അത്രയും ഊർജ്ജസ്വലവും ആകർഷകവുമായ ഒരു സ്റ്റേജ് പ്രസൻസ് ഷാക്കിറയ്ക്കുണ്ട്. ഇവരുടെ സംഗീത വീഡിയോകൾ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതിന് പിന്നിൽ ഈ കത്തുന്ന സൗന്ദര്യവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മഡോണ തൻ്റെ കരിയറിൻ്റെ എല്ലാ ഘട്ടത്തിലും പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യം നിലനിർത്തിയതുപോലെ നിലവിൽ 50നോടടുക്കുന്ന പ്രായത്തിലും ഷാക്കിറ തൻ്റെ ഫിറ്റ്നസും ഗ്ലാമറും നിലനിർത്തുന്നു. ഇതിപ്പോഴും അവരെ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റുകളിലും ആഗോള വേദികളിലും മുൻനിരയിൽ നിർത്തുന്നു. മഡോണ തൻ്റെ കരിയറിൽ കടുത്ത ലൈംഗികതയും വിവാദപരമായ ഫാഷനുകളും ഒരു ആയുധമായി ഉപയോഗിച്ചപ്പോൾ ഷാക്കിറ തൻ്റെ നൃത്തത്തിലെ ലാറ്റിൻ അറബിക് പാരമ്പര്യവും കായികക്ഷമതയുമാണ് സൗന്ദര്യത്തിനൊപ്പം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഷാക്കിറ ഒരു ആഗോള പ്രതിഭാസമായി മാറുന്നത് വക വക പാട്ടിലൂടെയാണ്. 2010 ഫിഫ ലോകകപ്പിന് മുന്നോടിയായി അവർ പാടി അഭിനയിച്ച വക വക എന്ന ഔദ്യോഗിക ഗാനം ലോകം മുഴുവൻ തരംഗമായി മാറി. കാമറൂണിയൻ സൈനിക മാർച്ചിൽ നിന്നുള്ള വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയ ഈ ഗാനം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ലോകകപ്പ് ഗാനങ്ങളിലൊന്നാണ്. ഈ ഒരൊറ്റ ഗാനത്തോടെ ലോകം അവരെ സ്നേഹത്തോടെ വാക്കകൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ ഗാനത്തിൻ്റെ പിറവിക്ക് പിന്നിൽ രസകരവും വിവാദപരവുമായ ഒരു ചരിത്രമുണ്ട്. ഷാക്കിറ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് താൻ യുറൂഗയിലെ തൻ്റെ ഫാമിൽ നടക്കുമ്പോഴാണ് ഈ പാട്ടിൻ്റെ ആദ്യ വരികളും സംഗീതവും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയത് എന്നാണ്. ഉടൻ തന്നെ അവർ ഒരു ഗിറ്റാർ എടുത്ത് അത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഈ പാട്ടിലെ ഏറ്റവും പ്രശസ്തമായ സമീന മിന സംഗ്ലേവ എന്ന കോറസ് ഭാഗം യഥാർത്ഥത്തിൽ ഷക്കീറ സ്വന്തമായി ഉണ്ടാക്കിയതല്ല. 1986 കാമറൂണിലെ ഗോൾഡൻ സൗണ്ട്സ് എന്ന മിലിറ്ററി ബാൻഡ് പുറത്തിറക്കിയ സംഗ്ലേവ എന്ന ആഫ്രിക്കൻ ഹിറ്റ് ഗാനത്തിൽ നിന്നാണ് ഈ വരികളും ഈണവും അവർ സ്വീകരിച്ചത്. കുട്ടിക്കാലത്ത് കൊളംബിയയിലെ വെസ്റ്റ് ആഫ്രിക്കൻ DJകൾ ഈ ആഫ്രിക്കൻ ഗാനം പ്ലേ ചെയ്യുന്നത് ഷാക്കിറ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ നിന്നാണ് ലോകകപ്പ് ഗാനത്തിലേക്ക് അവർ ഈ ഈണം ചേർത്തത്. പക്ഷേ തുടക്കത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ആഫ്രിക്കൻ സൃഷ്ടാക്കൾക്ക് ക്രെഡിറ്റ് നൽകാതിരുന്നത് വിവാദങ്ങൾക്ക് കാരണമായി. എന്നാൽ പിന്നീട് സോണി മ്യൂസിക്കും ഷാക്കിറയും ആ ആഫ്രിക്കൻ ബാൻഡുമായി ഒത്തുതീർപ്പിലെത്തുകയും അവർക്ക് കൃത്യമായ പകർപ്പവകാശ തുകയും റോയൽറ്റി നൽകുകയും ചെയ്തു. യൂട്യൂബിലെ ഷാക്കിറയുടെ ഒഫീഷ്യൽ ചാനലിലുള്ള പ്രധാന വീഡിയോ മാത്രം 400 കോടിയിലധികം തവണയാണ് ആളുകൾ കണ്ടു കഴിഞ്ഞത്. യൂട്യൂബ് ചരിത്രത്തിൽ ഒരു വനിതാ ഗായികയുടെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള വീഡിയോകളിൽ ഒന്നാണിത്. ഇതുകൂടാതെ ഇതേ പാട്ടിൻ്റെ സ്പാനിഷ് പതിപ്പ്, ലൈവ് പെർഫോമൻസ് വീഡിയോകൾ, മറ്റ് ചാനലുകളിലെ അപ്ലോഡുകൾ എന്നിവയെല്ലാം ചേർത്താൽ യൂട്യൂബിലെ ആകെ കാഴ്ചക്കാരുടെ എണ്ണം ഇതിലും വളരെ മുകളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ സ്പോട്ടിഫൈയിലെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ വക വക ഗാനത്തിൻ്റെ എല്ലാ പതിപ്പുകളും ചേർന്ന് 130 കോടിയിലധികം ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഇന്നും പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഗാനം പുതിയതായി സ്പോട്ടിഫൈയിൽ കേൾക്കുന്നുണ്ട്. ആപ്പിൾ മ്യൂസിക്, ആമസോൺ മ്യൂസിക്, ജിയോ സാവൻ തുടങ്ങിയ മറ്റ് ഓഡിയോ ആപ്പുകളിലെ സ്ട്രീമിങ്ങുകൾ കൂടിയാകുമ്പോൾ ഓഡിയോ മാത്രം കേട്ടവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. കൂടാതെ ഈ ഗാനത്തിൻ്റെ 1.5 കോടിയിലധികം ഫിസിക്കൽ ഡിജിറ്റൽ കോപ്പികൾ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സിംഗിളുകളിൽ ഒന്നായി ഈ ഗാനത്തെ മാറ്റുന്നു. കാഴ്ചക്കാരുടെയും കേൾവിക്കാരുടെയും എണ്ണം കൂട്ടിയാൽ ഏകദേശം 600 കോടിയിലധികം തവണ ഈ ഒരൊറ്റ ഗാനം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. ലോകകപ്പ് രാജ്ഞി എന്ന പദവി ഈ ഗാനത്തിൻ്റെ അഭൂതപൂർവമായ വിജയം അവരെ ആഗോളതലത്തിൽ കായിക ലോകത്തിൻ്റെ പ്രിയങ്കരിയാക്കി മാറ്റി. 2014 ബ്രസീൽ ലോകകപ്പിലും ഇക്കഴിഞ്ഞ ദിവസം നടന്ന 2026 ഫിഫ ലോകകപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും പാടാൻ അവർക്ക് അവസരം ലഭിച്ചത് വക്ക വക്ക ഉണ്ടാക്കിയ വലിയ സ്വാധീനം കൊണ്ടാണ്. വക്ക വക്ക മ്യൂസിക് വീഡിയോയുടെ ചിത്രീകരണത്തിനിടയിലാണ് ഷാക്കിറ സ്പാനിഷ് ഫുട്ബോൾ താരം ജെറാർഡ് പിക്വേയെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഈ വീഡിയോയിൽ പിക്വേയും അഭിനയിച്ചിരുന്നു. 2011 തങ്ങൾ പ്രണയത്തിലാണെന്ന കാര്യം ഇരുവരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഫുട്ബോൾ സംഗീത ലോകത്തെ ഏറ്റവും ജനപ്രിയ സെലിബ്രിറ്റി ജോഡികളായിരുന്നു ഇവർ. പക്ഷേ 11 വർഷത്തെ ജീവിതത്തിന് ശേഷം 2022 ജൂണിൽ തങ്ങൾ വേർപിരിയുകയാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. പിക്വെ മറ്റൊരു യുവതിയുമായി പ്രണയത്തിലായതും വഞ്ചനയുമാണ് വേർപിരിയിലേക്ക് നയിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ബന്ധത്തിലാണ് അവർക്ക് മിലാൻ, സാഷ എന്നീ 2 ആൺകുട്ടികൾ ജനിച്ചത്. ഈ ഗാനമില്ലായിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിൽ മക്കൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഷാക്കിറ തന്നെ പിന്നീട് വൈകാരികമായി പറഞ്ഞിട്ടുണ്ട്. വളർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഷാക്കിറയെ തേടി വലിയ പ്രതിസന്ധികളെത്തിയത്. 2017 അവരുടെ ശബ്ദം നഷ്ടപ്പെടുമെന്ന് പോലും വാർത്തകൾ വന്നു. കടുത്ത രക്തസമ്മർദ്ദം കാരണം അവരുടെ വോക്കൽ കോഡിൽ രക്തസ്രാവം ഉണ്ടാവുകയും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. പാടാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് ഡോക്ടർമാർ ഭയന്ന ആ ഘട്ടത്തിൽ തൻ്റെ ലോകപര്യടനം അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകാതെ മാസങ്ങൾ നീണ്ട നിശബ്ദതയിലൂടെയും പ്രകൃതിദത്ത ചികിത്സയിലൂടെയുമാണ് ഷാക്കിറ ശബ്ദം തിരിച്ചുപിടിച്ചത്. തുടർന്നാണ് 12 വർഷത്തോളം പങ്കാളിയായിരുന്ന പ്രശസ്ത ഫുട്ബോൾ താരം ജെറാർഡ് പിക്വേയുടെ വഞ്ചനയും അതിനെ തുടർന്നുള്ള വേർപിരിയലും ഉണ്ടായത്. ഇതും ഷാക്കിറയെ മാനസികമായി തകർത്തു. ഇതേ സമയത്ത് അവരുടെ പിതാവിൻ്റെ ആരോഗ്യനില വഷളായതും പ്രതിസന്ധി ഇരട്ടിയാക്കി. സ്പാനിഷ് അധികൃതർ ചാർത്തിയ നികുതി വെട്ടിപ്പ് കേസ് വർഷങ്ങളോളം അവരെ വേട്ടയാടുകയും വലിയ രീതിയിൽ മാധ്യമ വിചാരണയ്ക്ക് ഇരയാകുകയും ചെയ്തു. എന്നിട്ടും അവർ കരുത്തോടെയുള്ള തിരിച്ചുവരവ് നടത്തി.
തൻ്റെ തകർച്ചകളെ സംഗീതത്തിലൂടെയുള്ള പ്രതികാരമാക്കി മാറ്റാൻ ഷക്കീറയ്ക്ക് കഴിഞ്ഞു. വേർപിരിയലിന് ശേഷം പിഗ്വയെ പരിഹസിച്ച് പുറത്തിറക്കിയ ഗാനം യൂട്യൂബിലും സ്പോട്ടിഫൈയിലും സകല റെക്കോർഡുകളും തകർത്തു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയൊരു മുഖമാണ് ഷക്കീറ അതിലൂടെ തുറന്നു കാട്ടിയത്. 2022 പിഗ്വയുമായി വേർപിരിഞ്ഞ ശേഷം ഷക്കീറയുടെ പേര് ചേർത്ത് പ്രമുഖ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങളിൽ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. ഫോർമുല 1 റേസിംഗ് താരം ലൂയിസ് ഹാമിൽട്ടണൊപ്പം ഡിന്നർ കഴിക്കുന്നതും ബോട്ട് യാത്ര നടത്തുന്നതുമായ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇവർ പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പരന്നിരുന്നു. മിയാമി ഗ്രാൻഡ് പ്രിക്സ് മത്സരത്തിനിടെ പ്രശസ്ത ഹോളിവുഡ് നടൻ ടോം ക്രൂസിനൊപ്പം ഷക്കീറയെ ഒരുമിച്ച് കണ്ടതും വലിയ വാർത്തയായി. എമിലി ഇൻ പാരീസ് എന്ന സീരീസിലൂടെ പ്രശസ്തനായ നടൻ ലൂസിയാനൊപ്പം ഷക്കീറ ഡേറ്റിംഗിലാണെന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്തകളോടൊന്നും ഷക്കീറ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. താനിപ്പോൾ പൂർണ്ണമായും തൻ്റെ മക്കളുടെ വളർച്ചയിലും സംഗീത ജീവിതത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇന്ന് ഒരു മണിക്കൂറിന് 10 മുതൽ 15 കോടി രൂപ വരെ വാങ്ങുന്ന ഗായികയാണിവർ. ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനിയുടെ മകന്റെ പ്രീ വെഡ്ഡിംഗ് ക്രൂയിസ് പാർട്ടിയിൽ പാടാൻ ഷക്കീറ ഇതേ തുകയാണ് ഈടാക്കിയത്. വലിയ സ്റ്റേഡിയങ്ങളിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ മ്യൂസിക് ടൂറുകളുടെ ബുക്കിങ്ങിനായി അവരുടെ പ്രതിഫലം 20 കോടി മുതൽ 50 കോടി രൂപ വരെയാണ്. കുമിഞ്ഞുകൂടുന്ന ഈ പണം പലപ്പോഴും അവരെ നികുതി സംബന്ധമായ കേസുകളിൽ എത്തിച്ചു. പിഗ്വയുമായിട്ടുള്ള പ്രണയത്തെ തുടർന്നാണ് ഷക്കീറ തന്റെ താമസം സ്പെയിനിലെ ബാഴ്സലോണയിലേക്ക് മാറ്റിയത്. അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് പിന്നീട് അവിടെയായിരുന്നു. എന്നാൽ ഈ താമസമാറ്റമാണ് പിൽക്കാലത്ത് അവരെ വലിയ നികുതി വെട്ടിപ്പ് കേസുകളിലേക്കും നിയമ പോരാട്ടങ്ങളിലേക്കും നയിച്ചത്. സ്പെയിനിൽ താമസിക്കുന്ന കാലയളവിൽ കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചുവെന്ന് സ്പാനിഷ് അധികൃതർ ആരോപിച്ചു. അതിന്റെ പേരിൽ അവരിൽ നിന്ന് വലിയ തുക പിഴയും ഈടാക്കി. പക്ഷേ വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ 2026 മെയ് മാസത്തിൽ സ്പാനിഷ് കോടതി അവരെ കുറ്റവിമുക്തയാക്കുകയും തെറ്റായി ഈടാക്കിയ 55 മില്യൺ യൂറോ തിരികെ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. സ്പെയിൻ നിയമപ്രകാരം ഒരു വർഷത്തിൽ 183 ദിവസത്തിൽ കൂടുതൽ അവിടെ താമസിച്ചാൽ മാത്രമേ ഒരാളെ ടാക്സ് പെയറായി കണക്കാക്കൂ. ആ വർഷം അവർ സ്പെയിനിൽ 163 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കോടതി കണ്ടെത്തി. അക്കാലത്ത് അവർ 120 കൺസേർട്ടുകളുമായി ലോക പര്യടനത്തിലായിരുന്നു. മുൻപ് 2012-2014 കാലയളവിലെ ഒരു നികുതി കേസിൽ കുട്ടികളുടെ സമാധാനത്തിനായി 7.5 മില്യൺ യൂറോ പിഴയൊടുക്കി അവർ ഒത്തുതീർപ്പിലെത്തിയിരുന്നു. 2021 പണ്ടോറ പേപ്പേഴ്സിൽ നികുതി ഒഴിവാക്കാനായി വിദേശത്തെ രഹസ്യ കമ്പനികൾ തുടങ്ങിയ പ്രമുഖരുടെ കൂട്ടത്തിൽ ഷക്കീറയുടെ പേരും പുറത്തു വന്നിരുന്നു. വിദേശ ഷെൽ കമ്പനികൾ വഴി 6.6 മില്യൺ യൂറോ നികുതി വെട്ടിച്ചുവെന്നായിരുന്നു ആരോപണം. 2024 മെയ് മാസത്തിൽ മതിയായ തെളിവുകളില്ലാത്തതിനാൽ സ്പാനിഷ് കോടതി ഈ കേസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതോടെ അവർക്ക് സ്പെയിൻ മടുത്തു. ഇപ്പോൾ അവർ തൻ്റെ മക്കളോടൊപ്പം അമേരിക്കയിലെ മിയാമിയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. സ്ത്രീകൾ ഇനി കരയില്ല എന്ന പുതിയ ആൽബത്തിലൂടെയും ലോക പര്യടനത്തിലൂടെയും സംഗീത ലോകത്തെ റാണിയായി അവർ ഇന്നും തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഷക്കീറയെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പുതിയൊരു ഗൂഢാലോചന സിദ്ധാന്തം പുകയുകയാണ്. മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ എസ്റ്റാഡിയോ അസ്ട്രക്ക സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഔദ്യോഗിക ഗാനമായ ദായ് ദായ് പാടി തകർപ്പൻ നൃത്തം ചവിട്ടിയത് യഥാർത്ഥ ഷക്കീറയല്ലെന്നും അവർക്ക് പകരം മറ്റേതോ ബോഡി ഡബിളാണ് വേദിയിലെത്തിയതെന്നുമാണ് ആരാധകരുടെ കണ്ടെത്തൽ. തങ്ങളുടെ വാദങ്ങൾ സമർത്ഥിക്കാൻ ഗായികയുടെ ശരീരഘടന, മുടിയുടെ സ്റ്റൈൽ, നൃത്ത ചുവടുകൾ എന്നിവയുടെ ക്ലോസപ്പ് ചിത്രങ്ങൾ സഹിതം എക്സ് പ്ലാറ്റ്ഫോമിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. വർണ്ണാഭമായ ചടങ്ങിൽ ആഫ്രോബീറ്റ്സ് താരം ബെയിൻ ബോയ്ക്കൊപ്പമാണ് ഷക്കീറ ഇത്തവണത്തെ ലോകകപ്പ് ഗാനം ആലപിച്ചത്. കറുത്ത കൂളിംഗ് ഗ്ലാസും മിനി സ്കേർട്ടും അണിഞ്ഞ് വേദിയിലെത്തിയ താരം പാട്ടിനൊപ്പം ചുണ്ടനക്ക മാത്രമാണ് ചെയ്തതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. കളിയിലുടനീളം കണ്ണുകൾ കാണാത്ത വിധം കറുത്ത കണ്ണട ധരിച്ചതാണ് സംശയങ്ങൾക്ക് പ്രധാന കാരണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന സംഗീത പരിപാടിയിൽ കണ്ട ഷക്കീറയുമായി ഇതിന് യാതൊരു സാമ്യവുമില്ലെന്നും വിമർശകർ പറയുന്നു. ഇവിടെ 3 കാര്യങ്ങൾക്കാണ് സാധ്യത. 1, ഇത് ഷക്കീറയല്ല, പകരം ഒരു ഡ്യൂപ്പാണ്. 2, ഷക്കീറ പ്ലാസ്റ്റിക് സർജറി ചെയ്തു, അതുകൊണ്ടാണ് മുഖം മാറിയത്. 3, മേക്കപ്പ് കൂടിയത് കാരണം അവർ ഒരു പഞ്ചസാര ബിസ്ക്കറ്റ് പോലെയായി മാറി. വേദിയിലെ പ്രകടനം കണ്ട് ഒരു ആരാധകൻ കുറിച്ചത് ഇങ്ങനെയാണ്: വിഗ് മാറ്റിവെച്ചാൽ അവരുടെ ഉയരവും ശരീരത്തിൻ്റെ വണ്ണവും ചലനങ്ങളുടെ വേഗതയും ഒറിജിനൽ ഷക്കീറയുടേതല്ലെന്നാണ് വലിയൊരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ ഈ കപട സിദ്ധാന്തങ്ങളെ തള്ളി ഷക്കീറയുടെ കടുത്ത ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. വേദിയിലുണ്ടായിരുന്നത് ഷക്കീറ തന്നെയാണെന്ന് തെളിയിക്കാൻ അവർ ചില സുപ്രധാന തെളിവുകളും നിരത്തുന്നു. വർഷങ്ങളായി ആരാധകർക്ക് അറിയാവുന്ന ഷക്കീറയുടെ നെറ്റിയിലുള്ള ചെറിയൊരു തഴമ്പ് ഉദ്ഘാടന വേദിയിലെ ചിത്രങ്ങളിലും വ്യക്തമാണ്. സാധാരണയേക്കാൾ കൂടുതൽ ഉയരം തോന്നിക്കാൻ അവർ ധരിച്ചിരുന്ന പ്രത്യേകതരം പ്ലാറ്റ്ഫോം സ്നിക്കേഴ്സ് ഷൂസ് ആണെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. അടുത്ത കാലത്ത് ചെയ്ത ബോട്ടോക്സ് ചികിത്സ കാരണം മുഖത്തുണ്ടായ നേരിയ നീർവീക്കം മറയ്ക്കാനാണ് താരം പരിപാടിയിലുടനീളം കൂളിംഗ് ഗ്ലാസ് ധരിച്ചതെന്നും ആരാധകർ വ്യക്തമാക്കുന്നു. എഡ് ഷീറിനും ഷക്കീറയും ചേർന്ന് വരികൾ എഴുതിയ ദായ് ദായ് എന്ന ലോകകപ്പ് ഗാനത്തിന് ഇറ്റാലിയൻ ഭാഷയിൽ വരൂ വരൂ എന്നാണ് അർത്ഥം. ജീവിതത്തിൽ തന്നെ തകർത്ത കാര്യങ്ങൾ പിന്നീട് തന്നെ കൂടുതൽ ശക്തിയാക്കിയെന്ന വരികൾ തൻ്റെ ജീവിതത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നതാണെന്ന് കഴിഞ്ഞ ആഴ്ച ഷക്കീറ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മുൻപ് പിഗ്വയുമായിട്ടുള്ള വേർപിരിയലിന് ശേഷം പുറത്തിറക്കിയ ആൽബത്തിലെ പാട്ടുകൾ പാടിക്കഴിഞ്ഞ മാസം റിയോ ബീച്ചിൽ 20 ലക്ഷത്തോളം ആരാധകരെ സാക്ഷി നിർത്തി താരം വലിയൊരു സംഗീത വിരുന്നും നടത്തിയിരുന്നു.